എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. അപ്പൊ ഈസ്റ്ററൊക്കെ ആയിട്ട് നമുക്ക് പിടിയും കോഴിയും ഉണ്ടാക്കിയാലോ? ഇപ്പൊ പണ്ട് മുതലേ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പലഹാരമാണ് പിടി. കാലക്രമേണ അതിന്റെ ഒരു അളവ് കുറഞ്ഞു വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും കുറെ വീടുകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് കൂടുതലായിട്ടും ക്രിസ്ത്യൻ വീടുകളിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ കറിയാണ്. അപ്പൊ ചിക്കൻ കറിയും പിടിയും കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ നമുക്കത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണേ. അതിലേക്ക് 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ തേങ്ങയുടെ അളവ് കൂടുന്നതനുസരിച്ച് എപ്പോഴും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ഞാൻ ഒന്ന് ചതച്ചെടുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കണം. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ചേർക്കുന്നവരുണ്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് അതൊന്നും ചേർക്കുന്നില്ല. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ അതൊന്നും ചേർക്കാറില്ല. അപ്പൊ അത് താല്പര്യമുള്ളവർക്ക് അതും കൂടെ ചേർക്കാവുന്നതാണ്. അപ്പൊ ഞാനിവിടെ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ആ തിളച്ച ഉടനെ തന്നെ നമ്മൾ ഈ അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ എല്ലായിടത്തും വെള്ളം എത്തുന്നത് പോലെ നമ്മൾ ഈ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇവിടെ ഞാനിവിടെ വെള്ളത്തിന്റെ അളവ് പറയുന്നില്ല. അപ്പം നമ്മൾ ഓരോ അരിപ്പൊടിക്കനുസരിച്ച് വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വരുമല്ലോ. അപ്പം നമ്മൾ ആ ഇടിയപ്പത്തിന്റെ ഒക്കെ കുഴയ്ക്കുന്ന ആ രീതിയിൽ ഒന്ന് കുഴച്ചെടുത്താൽ മതിയാകും. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് നമ്മൾ ആവശ്യാനുസരണം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പം ഇവിടെ എല്ലാ സ്ഥലത്തും വെള്ളമൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ പിടിക്കാവുന്ന ചൂടാവുന്ന സമയത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ചെറു ചൂടോട് കൂടി തന്നെ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ചൂടാണെങ്കിൽ കുറച്ച് സമയം മൂടി വെച്ചിട്ട് കുഴച്ചെടുത്താലും മതിയാകും. അപ്പൊ നമ്മുടെ ഇതെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണ്ട ഉരുട്ടണം. അപ്പൊ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഉണ്ട പറ്റുകയാണെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയും. അപ്പൊ ഇതുപോലെ ഒരു തേൻമുട്ടായുടെ വലുപ്പത്തിലാണ് ഞാനിവിടെ ഉണ്ട ഉരുട്ടിയെടുക്കുന്നത്. അപ്പൊ ഉണ്ടയുടെ വലിപ്പം എല്ലാവർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനേക്കാളും വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണേലും ചെയ്യാം. ഈ ഉണ്ട കുത്തുന്നതിനാണ് നമുക്ക് കൂടുതലായിട്ട് സമയം പോകുന്നത്. ബാക്കി എല്ലാതും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാതെയും നമുക്ക് എളുപ്പത്തിൽ വേണമെങ്കിൽ തയ്യാറാക്കി എടുക്കാം. എന്നാൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ എല്ലാതും ഞാനിവിടെ ഉണ്ട ഉരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പിടിക്ക് നല്ലൊരു കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ഉണ്ടയുടെ വലുപ്പത്തിൽ മാവ് കുഴച്ചതിന്റെ ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് രണ്ടാം പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പോളം രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മൊത്തത്തിൽ ഞാനിവിടെ 1/4 കപ്പോളം രണ്ടാം പാലാണ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കട്ടയൊന്നും ഇല്ലാതെ ഇത് മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് ഒഴിച്ചു കൊടുത്തത്. അപ്പൊ നിങ്ങൾക്ക് ഇതിലേക്ക് കുഴച്ച മാവിലേക്ക് പാലൊഴിക്കണം നിർബന്ധമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 2-3 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ട് അതൊന്ന് പാലിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതിയാകും. അത് അവരുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാനിവിടെ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ 1 കപ്പ് രണ്ടാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ വെള്ളം ഇവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു 3 കപ്പ് വെള്ളമാണ് തിളയ്ക്കാൻ വെച്ചിരുന്നത്. അതിലേക്ക് നമുക്ക് നമ്മുടെ ഉണ്ട ഇട്ട് കൊടുക്കാം. അപ്പൊ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം വേണം നമ്മൾ ഉണ്ട ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പൊ ഇതിലെ വെള്ളം തിളയ്ക്കുന്നത് വരെ നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. അപ്പൊ തിളച്ച ഉടനെ നമ്മൾ ഇതിന്റെ അടപ്പ് മാറ്റണം, അല്ലെങ്കിൽ ഇത് വെള്ളമൊക്കെ അങ്ങ് പൊങ്ങിപ്പോയി ചാടിപ്പോകും. പിന്നെ ഇത് നമ്മൾ വെന്തതിന് ശേഷം വേണം നമ്മൾ ഇതിനകത്തേക്ക് രണ്ടാം പാലൊക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരെണ്ണം എടുത്തിട്ട് കഴിച്ചു നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ വെന്തതിന് ശേഷം ഞാനിവിടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. മാവൊക്കെ കലക്കിയ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അതിനകത്ത് അരിപ്പൊടിയൊക്കെ കലക്കിയത് കാരണം അത് അടി പിടിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്കിതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉണ്ടയിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടാണ് ഉണ്ട ഉരുട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറച്ചൊന്ന് കുറുകി വറ്റണം. അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ചും കൂടെ കുറുകിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതിനനുസരിച്ച് അരിപ്പൊടി കുറച്ചും കൂടെ കൂട്ടിയിട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1/4 പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് 1/4 പാലാണ് ഒഴിച്ചു കൊടുത്തത്. ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ 1/4 പാൽ ഒഴിച്ചതിന് ശേഷം തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പം നമ്മളിത് കഴിക്കാൻ പോകുന്നത് ചിക്കൻ കറിയും കൂടെ കൂട്ടിയിട്ടാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ കറിയാണ് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ.
ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്കിത് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ട് അങ്ങനെ ഒരുമിച്ച് കഴിക്കാം. അല്ലെങ്കിൽ ചിലർ ചെയ്യുന്ന കണ്ടേക്കുന്നത് നമ്മൾ ചിക്കൻ കറിയിലോട്ട് നമ്മൾ ഈ പിടി രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാറുണ്ട്. അങ്ങനെ കഴിച്ചാലും അത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ചെയ്യണമെങ്കിൽ അത് ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാതെ ആ സ്ഥാനത്തൊക്കെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഒന്ന് ചെയ്താലും നന്നായിരിക്കും. അങ്ങനെയും ഞങ്ങളുടെ വീട്ടിൽ ചെയ്യാറുണ്ട്. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.